ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ വരുമ്പോഴേ കുഞ്ഞു മക്കൾ കൃഷ്ണനായും രാധയായിട്ടും പോണ കാണുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് അങ്ങനെ പോകണമെന്ന്. പക്ഷേ അന്നത്തെ കാലത്ത് നമുക്കതൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം സായക്കുട്ടിക്ക് ആയ ടൈമിൽ 6 മാസമേ ആയിട്ടുണ്ടായുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരുക്കാനൊക്കെ സുഖമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾക്ക് 1.5 വയസ്സായി. അതുകൊണ്ട് തന്നെ കുറച്ച് വാശികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈലാഞ്ചി വാങ്ങിച്ചിട്ട് അതിടുന്നതിൻ്റെ ബഹളങ്ങളായതൊക്കെ. പക്ഷെ ആദ്യമായിട്ടാണ് മൈലാഞ്ചി ഇടണേ. അതുകൊണ്ട് തന്നെ കയ്യും കാലൊക്കെ എല്ലാവർക്കും പൊന്തിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു. കൊച്ചു നല്ല ഇഷ്ടമായി, നല്ല സന്തോഷത്തിലായിരുന്നു. ഇത്തിരി ബുദ്ധിമുട്ടിയായാലും അവളുടെ കയ്യിലും കാലിലൊക്കെ പെട്ടെന്ന് ഇടാൻ പറ്റി. കഴിഞ്ഞ മാസം തൊട്ട് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ് നടത്തിയതാണ്. ഓരോ സാധനം ഓരോ കടയിൽ കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി ഞങ്ങൾ മേടിച്ച് വെച്ചിരുന്നു. എന്നാലും തലേ ദിവസം പോയിട്ട് കുറച്ച് സാധനങ്ങളോടും മേടിച്ചിട്ടുണ്ടായി. പുള്ളിക്കാരിക്ക് മൈലാഞ്ചിട്ട് എൻ്റെ കയ്യിൽ നിറച്ച് മൈലാഞ്ചിയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ പുള്ളിക്കാരിക്ക് ഓണത്തിനിടാനുള്ള ഓർണമെൻറ്റ്സും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ഇതൊക്കെ കൂടി കിലുക്കി കളിക്കുകയായിരുന്നു. ഇതെന്താണെന്ന് കൊച്ചിന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു കൊടുത്തത് പൊട്ടാണ്. ആളെ സ്റ്റിക്കർ പൊട്ടേ തൊട്ടിട്ടുണ്ടായുള്ളൂ. പിന്നെ നാളെ കൃഷ്ണനാവേണ്ട സാധനങ്ങളൊക്കെ ഡ്രസ്സായാലും വളയായാലും ബാക്കിയുള്ള ഓർണമെൻറ്റ്സ് ആയാലും ഒക്കെ കുഞ്ഞിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇയറിങ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തിയുടെ കിരീടത്തുമ്മ വെച്ച് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ സമ്മതിക്കുക എന്നുള്ളത് ഭയങ്കര ഡൗട്ടായിരുന്നു. നല്ല വാങ്ങിച്ച്. പിന്നെ പുള്ളിക്കാരത്തിയുടെ ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത്. അതിൽ പുള്ളിക്കാരത്തിക്ക് മുത്തുമാലയാണ് ഏറ്റവും ഇഷ്ടമായി. പിന്നെ ഒരു ഇളക്കത്താലിയൊക്കെ ഉണ്ടായിട്ടോ, അതൊക്കെ ഇഷ്ടമായി. ഡ്രസ്സ് ഞാൻ ഒരുമിച്ചാണ് വാങ്ങിച്ചത്. മുകളിലോട്ടും ഉണ്ടായിരുന്നു താഴോട്ടും ഉണ്ടായി. അങ്ങനത്തെ ഡ്രസ്സാണ് വാങ്ങിച്ചത്. പക്ഷെ ഞാൻ പാൻറ്റ് മാത്രമേ ഇട്ടുള്ളൂ. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുന്ദരി കുട്ടി എവിടെ? അമ്മ പൊന്നി അരണ്ട കുഞ്ഞുണ്ടാവും. ഇങ്ങനെയാണെ ഞാൻ കൃഷ്ണനാക്കൂലട്ടാ, കംസനാക്കുള്ളൂ. സൂപ്പർ സായ എവിടെ? സൂപ്പർ സായ ഉടുപ്പ് വേണ്ടേ? രാവിലെ തന്നെ ഏട്ടഞ്ഞട്ട എനിറ്റത്. പക്ഷെ എന്തായാലും ആൾക്ക് ബ്രഷ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇന്നലെ ഞാൻ സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ കണ്ടപ്പോൾ മേടിച്ച ബ്രഷാണ് കേട്ടോ. അതിഷ്ടമാണ്. പുള്ളിക്കാരത്തി തന്നെ ബ്രഷ് ചെയ്യും. എന്നാലും ഇതൊക്കെ കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് കൈ വെച്ച് ഒന്ന് ഞാനും ബ്രഷ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ അവരുടെ പല്ലിലൊക്കെ പെട്ടെന്ന് ക്യാവിറ്റീസൊക്കെ വന്നിട്ട് പെട്ടെന്ന് പല്ല് ചീത്താവും. ഇവിടെ കുഞ്ഞിലെ തന്നെ ഞാൻ പല്ല് തെപ്പിക്കാൻ ശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടായി ഒരു കാര്യത്തിന് സായക്കുട്ടിക്ക് ഒട്ടും മടിയില്ല. ആളെങ്ങനെയെങ്കിലും കാണിച്ച് കുറച്ച് നേരം നമുക്ക് അതിന് സഹായിച്ച് തരും കേട്ടോ. നമ്മുടെ കുഞ്ഞിലെ അവൾക്ക് പല്ല് വന്ന സമയം തൊട്ടേ ഞാനിങ്ങനെ പാൽ കുടിച്ച് കഴിഞ്ഞാലൊക്കെ വെള്ളം വെച്ചിങ്ങനെ കഴുകുമായിരുന്നു. അതുകൊണ്ട് തന്നെ പല്ലിന് വലിയ കേടൊന്നും വന്നിട്ടില്ല. പിന്നെ ഇവൾ അങ്ങനെ മിഠായി ഒന്നും തിന്ന് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടൊക്കെയാണ് അവളുടെ പല്ലിരിക്കുന്നത്. പക്ഷെ നമ്മൾ ബ്രഷ് മേടിച്ച് കഴിഞ്ഞാൽ ആളുടെ സ്വഭാവമൊക്കെ ആകെ മാറും. ആൾക്ക് ഇഷ്ടമാണ്. കൈ വെച്ച് തേച്ചാൽ വലിയ കുഴപ്പമില്ലാണ്ട് ആളിരുന്ന് തരും. എന്തായാലും എനിക്ക് കഴിഞ്ഞാൽ മാമനെ കണ്ടാൽ കുറച്ച് നേരം മാമൻ്റെ കൂടെ കളിക്കും. അത് കഴിഞ്ഞിട്ടേ ആൾ ഭക്ഷണം കഴിക്കാനൊക്കെ വരുള്ളൂ. അപ്പോൾ അവൻ ലീവിന് വന്നിരിക്കുന്ന സമയമായതുകൊണ്ട് അവനായിട്ട് കളിക്കും, ചിരിയും കാര്യങ്ങളൊക്കെയാണ്. ഭക്ഷണം കഴിക്കണ നേരത്ത് എന്തെങ്കിലും പാട്ടൊക്കെ വെച്ചിട്ട് വേണം പുള്ളിക്കാരത്തി കൊടുക്കാൻ. എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ബാക്കി കൂടെ നടക്കേണ്ടി വരും, തുപ്പിയും കളയും. ഇന്നിപ്പോൾ ജന്മാഷ്ടമി ആയതുകൊണ്ട് ഞങ്ങൾ കൃഷ്ണൻ്റെ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ ഞങ്ങൾ മിക്കൂസിനെ കാണാൻ പോയിട്ടാ. കുഞ്ഞ് കൃഷ്ണനാവാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി നേരം പോയി പുള്ളിക്കാരത്തിനെയും കളിപ്പിച്ച്. മിക്കുട്ടി നല്ല കുഞ്ഞു കണ്ണനായിട്ടുണ്ടായിരുന്നു. നല്ല ചിരിയും കളിയൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം മിക്കുട്ടിക്ക് 6 മാസത്തിലാണ്. കഴിഞ്ഞ വട്ടം സായിയുടെ പോലെ തന്നെ. പിന്നെ പുള്ളിക്കാരത്തിന് ഉറക്കാണ്ടിരിക്കാനുള്ള പരിപാടികളാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഒരു ഐസ്ക്രീമും കൊടുത്ത് TV വെച്ചുകൊണ്ടിരുന്നത്. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വിചാരിച്ച പോലെ തന്നെ കറക്റ്റ് സമയത്തിന് പുള്ളിക്കാരത്തി ഉറങ്ങി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റി. പക്ഷെ വേഗം എനിക്ക് അതുകൊണ്ട് ഞങ്ങൾ ഓർണമെൻറ്റ്സും ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാനായിട്ട് നിന്നു. പക്ഷെ ആൾ കൃഷ്ണൻ്റെ വേഷം കംസൻ്റെ സ്വഭാവമായിരുന്നു. നന്ദു ഉള്ളതുകൊണ്ട് അവനെ വെച്ചിട്ട് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തത്. എന്നാലും ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തോ എനിക്ക് കഴിഞ്ഞാൽ മൂഡ് ശരിയാവാത്തതുകൊണ്ടോ. പിന്നെ കുറച്ച് അവൾ ചേച്ചിയമ്മയുടെ വീട്ടിൽ പോയിട്ടാണ് ഫോട്ടോ എടുത്തത്. ചേച്ചിയമ്മയും മാമനൊക്കെ ഫോട്ടോ എടുത്തിട്ടും പുള്ളിക്കാരത്തി ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ചിരിച്ച ഫോട്ടോ കിട്ടി. അത് ഞാൻ പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു. ഞാൻ വിചാരിച്ചതിൽ നല്ലൊരു ഉണ്ണിക്കണ്ണനെയാണ് എനിക്ക് ഈ വട്ടം ഒരുക്കാൻ പറ്റിയത് കേട്ടോ. കാര്യത്തിൽ ഞാൻ സോ ബ്ലെസ്ഡ് ആണ്. പിന്നെ മിക്കു വന്നു. ഇത് മിക്കു നോക്കേണ്ടായത് എന്തായിരുന്നു.
പിന്നെ പുള്ളിക്കാരത്തി അടഞ്ഞില്ലേ, എല്ലാം പിച്ചിക്കുട്ടി കളയാൻ തുടങ്ങി. ആദ്യം തന്നെ കിരീടമൊക്കെ ഊരി മയിൽപ്പീലിയൊക്കെ വലിച്ചെറിഞ്ഞു. പിന്നെ കൊച്ചുങ്ങളായതുകൊണ്ടേ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടായിട്ട് എനിക്ക് ഇറിറ്റേഷൻ ആയിരിക്കുള്ളൂ. എന്നാലും മാക്സിമം വലിയ രീതിയിൽ ഉപദ്രവമില്ലാത്ത ഓർണമെൻറ്റ്സ് അവൾക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കിരീടമൊക്കെ ഞാൻ തന്നെ ഷോള് വെച്ചാണ് ഉണ്ടാക്കിയത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചതാണ്. താമരക്കണ്ണനായിരുന്നേ. പിന്നെ കൊച്ചിനായിട്ട് കളിയൊക്കെ ആയി. ആൻ്റമ്മയും മാമനും മോമിയും മിക്കുവിനൊക്കെ ആയിട്ട് നല്ല കളിയായിരുന്നു. കൊച്ചിനെ കളിയാക്കിയായിരുന്നു സംസനാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ താമരപ്പൂ വെച്ചിട്ട് കൊച്ചിനെ കളിയാക്കിയായിരുന്നു. ഇത് ഞങ്ങൾക്ക് കിട്ടിയ നങ്ങുട്ടിയുടെ കുറച്ച് നല്ല ഫോട്ടോസാട്ടോ. കൂടുതലും കരയണതായിരുന്നു, ചിരിക്കണത് 2-3 കിട്ടിയുള്ളൂ. പക്ഷെ കിട്ടിയ ഫോട്ടോസ് നല്ലതായിരുന്നു. പിന്നെ അവൾ ഓർണമെൻറ്റ്സും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുള്ളതെന്ന് തന്നെ കരഞ്ഞാൽ തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. താമരമുട്ട് ഞാനങ്ങനെ കൃഷ്ണന്മാരാരും പിടിച്ച് കണ്ടിട്ടില്ല. ഞാനിങ്ങനെ കടയിൽ മുല്ലപ്പൂ വാങ്ങിക്കാൻ പോയപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടി മേടിച്ചതാണ്. ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം ഉണ്ണിക്ക് ഉമ്മ കൊടുക്കലും കളിക്കലും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ കണ്ടാൽ എപ്പോഴും ഒരു 100 ഉമ്മ ഞങ്ങൾ കൊടുക്കും. പിന്നെ ഞങ്ങൾ ബാലഗോകുലത്തിൻ്റെ ഘോഷയാത്ര കാണാൻ പോയി. അപ്പോൾ അത് കൊച്ചിന് ഇഷ്ടമുണ്ടാകും. അവിടെ ചെന്നപ്പോൾ നല്ല ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസ് ഉണ്ടായിരുന്നു. ശിങ്കാരിയുടെയും ആമിയുടെയും ഡാൻസ് ഉണ്ടായിരുന്നു. ശിങ്കാരി മേക്കപ്പ് ചെയ്തിട്ട് യായക്കുട്ടിക്ക് മനസ്സിലായില്ല. ഫസ്റ്റ് ആമിയുടെ ഡാൻസ് ആയിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ രൂപം കിട്ടിയവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞിനെ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വട്ടം അവൾക്ക് അങ്ങനെ കുഞ്ഞല്ലോ, ഒന്നും അറിയാനായിട്ടില്ലല്ലോ. അപ്പോൾ അവളെ വെച്ച് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. പക്ഷേ ഈ വട്ടം കൊച്ചിന് നല്ല പേടിയുണ്ടായിരുന്നു. ബ്രഹ്മാവും ശിവനും നമ്മുടെ ദുർഗാദേവിയും ഒക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഈ വട്ടത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. കുറേ ഘോഷയാത്രകൾ വരും. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ ഘോഷയാത്ര. ഇത് അന്നത്തെ ബർത്ത്ഡേ ബോയ്. പിന്നെ ഞങ്ങളെ മാൻഡേറ്ററി ഫോട്ടോയാണ്. ഞങ്ങൾ എല്ലാ വർഷവും കണ്ണനായിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ വർഷത്തെയും കണ്ണനായിരുന്നത് കേട്ടോ. നല്ല കുട്ടിയാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ വരുമ്പോൾ കോഴിക്കുഞ്ഞിനൊക്കെ ഉണ്ട്, അതിൻ്റെ സന്തോഷമുണ്ട് കുഞ്ഞ്. ഈ ജന്മാഷ്ടമി ഞങ്ങൾ അടിച്ചു പൊളിച്ചു. താങ്ക് യു.